ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സർവൈവൽ സീരീസ് ആണ്. ഒരു ഡിസ്പ്ലേ ഒന്നുമല്ല, ജോയലിൻ്റെ ഒരു സീരീസ് ആണ്. അപ്പോൾ ഈ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സീരീസ് എന്ന് പറഞ്ഞൊരു വൈബ് സീരീസ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഷെയ്ഡറൊക്കെ ഇട്ട് കളിക്കണം. അപ്പോൾ ഇന്ന് ഇത് ജോയലിൻ്റെ വീടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നേരെ വീട്ടിലായിട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ജോലിൻ്റെ വീട് ഞാൻ ഫുള്ളൊന്ന് കാണിച്ചു തരാം. നേരെ വെള്ളമാണ് കേട്ടോ, ഇങ്ങനെ വെള്ളമുണ്ട് നല്ല. എടാ അടിക്കല്ലേ അവനൊന്ന് നീ ക്രോസ് ബോ കൊണ്ട് ചെയ്യല്ലേ, എനിക്കടിയുള്ളൂ. ഗൈസ്, ഇതാണ് നമ്മുടെ ജോലിൻ്റെ വീട്. ഞങ്ങൾ ഫുള്ളൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബെഡ്റൂമും, പിന്നെ പുറത്തായിട്ടുള്ള ഇത്തിരി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതിൽ കൃഷിയൊന്നും ചെയ്തില്ല, കാരണം കൃഷി ഞാൻ അങ്ങനെ ഇവനാണ് ഫുള്ള് കൃഷിയും ചെയ്തത്. കൃഷിയും വീടൊക്കെ സെറ്റാക്കി ഇവൻ്റെ ഡിസൈനാണ് ഇതൊക്കെ. ഞാൻ ഇന്നലെ കണ്ടു വന്നതാണ് കേസ്. ഇവൻ കുറേ ദിവസം മുമ്പ് കളിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതവൻ്റെ വേൾഡാണ്. അവൻ്റെ വീട് ഫുള്ള് ഇതാണ് കണ്ട. ഇവിടെ ഷീപ്പിനെ, ആടുകളെയും ഹോഴ്സിനെയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. എടാ 2 ഹോഴ്സ് ഉണ്ടായിരുന്നല്ലോ, ഒരു ഹോഴ്സ് എവിടെ പോയി? ഒരെണ്ണം അവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഒരു പശു അവിടെ കിടന്ന ആ പശുവിനെ നീ തല്ലിക്കൊന്നു. തല്ലിക്കൊന്നാ നീ അതിനെ? നമുക്ക് വില്ലേജിൽ പോയാലോ? ഡെസേർട്ട് പോണോ? ഡെസേർട്ടിൽ പോണോ ഇപ്പൊ? ഈ ഡെസേർട്ടിൽ പോവാ. ഡെസേർട്ട് എവിടെ? നിനക്കറിയാവാ? അയ്യോ, നമ്മുടെ മറ്റേ വില്ലേജിൽ പോവാം. അവിടുന്ന് പോയി നോക്കുമ്പോൾ കിട്ടുമായിരിക്കും അല്ലേ. പിന്നെ ഇവിടെ അടുത്തായിട്ട് ഇച്ചിരി പോകണം. അപ്പോൾ വേറൊരു വില്ലേജ് ഉണ്ട്, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ എനിക്കറിയാം. ഫസ്റ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഞാൻ ഇന്നലെ കണ്ടു വന്നത്. അപ്പോൾ ജോയലിലാണോ അറിയാൻ വന്നത്. അപ്പോൾ ജോയലിവിടെ പാലം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്രൊഫഷണലായിട്ട് ഓടിപ്പോയാൽ എന്നാ നമ്മൾ പ്രൊഫഷനാണ്, ഗെയിമിൽ പ്രോയാണെന്നൊക്കെ നമുക്ക് തെളിയിക്കാം. അതുകൊണ്ട് ഞാനിങ്ങനെ ഓടിപ്പോകണം കേട്ടോ. ഞാനൊന്ന് പ്രോകണ്ട. പിന്നെ ഇവിടെ പന്നിയൊക്കെ ഉണ്ട്. പന്നി, കള്ളപ്പന്നി ഫുഡൊക്കെ കഴിച്ചിട്ട് ഓടാൻ കേസ്, അല്ലെങ്കിൽ വിശക്കും. പിന്നെ ഇവിടെ നമ്മുടെ ബോട്ടൊക്കെ ഉണ്ട്. ബോട്ട് വെച്ചിട്ട് പോകണം. അതാ വില്ലേജിലേക്ക് പോകാനുള്ള അവിടം വരെയും പാലം സെറ്റ് ചെയ്തിട്ടുണ്ടോ നീ? ചിലതൊക്കെ കട്ട് ചെയ്യേണ്ടി വരും, കാരണം സൗണ്ട് ഇഷ്യൂ ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ കോൾ വരും, പറയാൻ പറ്റില്ല. ഫോണിൻ്റെ കാര്യമാണ് പിള്ളേ, കോളൊക്കെ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇച്ചിരി നേരം വീഡിയോ ഉണ്ടാവുള്ളൂ. പിന്നെ ജോലിയൊക്കെ പെട്ടെന്ന് പോകും, അറിയാലോ അവൻ പെട്ടെന്ന് പോകും. ഇന്ന് പെട്ടെന്ന് പോകും, എപ്പോഴും അങ്ങനെ പോയൊന്നുമില്ല. അപ്പം ഇന്ന് ഞാൻ മാക്സിമം ഇച്ചിരി നേരം കൊണ്ട് ഞാൻ വിശദപ്പെടുത്തി തരാം നമ്മുടെ ഈ വില്ലേജിനെ കുറിച്ച്. ഇന്ന് മാക്സിമം നമുക്ക് ഡെസേർട്ട് ടെമ്പിളൊക്കെ കണ്ടുപിടിക്കാൻ നോക്കണം. എടാ സവാനയാണോ അതാ ഡെസേർട്ട് ടെമ്പിളാണോ? എന്തുവാ കണ്ടുപിടിക്കണ്ട? സവാന വില്ലേജാണോ ഡെസേർട്ട് ടെമ്പിളാണോ? സവാനയാണോ ഡെസേർട്ട് ടെമ്പിളാണോ? എന്തുവാ കണ്ടുപിടിക്കണ്ട നമുക്ക്? പിന്നെ നിങ്ങൾക്ക് സൗണ്ടൊക്കെ കേൾക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗെയിമിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കാനുള്ളായിരുന്നു. ഈ ഫയറിൻ്റെ മറ്റേ സംഭവമില്ലേ, എന്തോ സംഭവമില്ലേ, അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കണുണ്ടായിരുന്നു. നമ്മളവിടെ ഫയറിൻ്റെ ഒരു സംഭവം വെച്ചിട്ടില്ലേ, അതിൻ്റെ സൗണ്ടും പിന്നെ നമ്മുടെ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യുന്ന സൗണ്ടൊക്കെ. അപ്പോൾ ഞാൻ ഇച്ചിരി കുറച്ചിട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഗെയിമിൻ്റെ സൗണ്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല, ചിലപ്പോൾ കേൾക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഗെയിമിൻ്റെ അകത്തല്ല മൈക്കോണൊക്കെ കളിക്കണം, കാരണം ഈ സർവറല്ലേ, ഇത് വേൾഡാണ്. ഇത് പോക്കറ്റ് എഡിഷനല്ലേടാ? അല്ലേ, സാധാ എഡിഷനാണ്. വെയിറ്റ് ഇവിടെ കേവങ്ങാണ്ടുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി സ്റ്റോണൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻവെൻട്രി ക്ലീനാക്കാൻ വേണ്ടിയാണ് അതൊക്കെ എടുത്ത് മുകളിൽ വെച്ചാൽ. പുതിയ പ്ലെയറാണെന്ന് നിങ്ങൾക്കും കൂടി തോന്നണ്ടേ, അതിന് മാത്രം, വേറെ ഒന്നുമില്ല. അപ്പോൾ വില്ലേജ് എവിടെയെന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയാണ്. ഞാൻ വില്ലേജിൽ പോയിട്ട് വരട്ടെ, നീ അവിടെ നിന്നു.
ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ദേ ഗൈസ് അതാണ് നമ്മുടെ വില്ലേജ്. കണ്ട ഒരു വില്ലേജൊന്നും അല്ല അവിടെ. എന്നെ ബോട്ടാ. ഞാൻ കയറാം ഞാൻ നിന്റെ ബോട്ടേ കയറാം. വെയിറ്റ് ചെയ്യ്. അവിടെ നിക്കടാ. ആ പോക്കോ വണ്ടി എടുത്തോ. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വില്ലേജ്. കണ്ട ഇത്രയും വില്ലേജ് ഉണ്ട്. കണ്ട സെറ്റ് വില്ലേജാണ്. കണ്ട ഇത്രയുണ്ട് നമ്മുടെ വില്ലേജ്. ഇന്ന് മാക്സിമം നമുക്ക് ടെമ്പിൾ അല്ലെങ്കിൽ സവാന കണ്ടുപിടിക്കാൻ നോക്കണം. പിന്നെ ലാഗൊക്കെ ഉണ്ടാവും കേസ്. ലാഗ് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ലാഗ് ഉണ്ടാവും. നല്ല ലാഗ് അടിക്കുന്നുണ്ട് എനിക്കിവിടെ. അടാ ലാഗ് നല്ല ലാഗുണ്ടാ. ബോട്ടിൽ പോകണുണ്ടാന്ന് തോന്നണ്. ഹലോ ഐസ് ബയോമെത്തി. ഐസിൻ്റെ വില്ലേജ് ഉണ്ടാവുക. ഇറങ്ങി നോക്ക്. ആ ബോട്ട് പൊട്ടിക്കാ. അയ്യോ അത് മറ്റേ ഐസിലിറങ്ങിയ തണുക്കൂടാ. അങ്ങനെ എന്താണ്ട് കയറുക മുകളിലോട്ട് കയറുക. ഐസിൻ്റെ മുകളിലോട്ട് കയറി. ആ കണ്ടു ബോട്ട് ഞാൻ പൊട്ടിച്ചെടുത്ത്. വാ ഞാൻ അതിൻ്റെ കയ്യിലോട്ട് ഇട്ട് തരാം. എന്നാ എടുത്തോ അവിടെ പോയി എടുത്തോ. അതെ കിട്ടിയല്ലേ ഗേസ്. നല്ല ലാഗുണ്ട്. എന്തോ പ്രശ്നമുണ്ട് ഗേസ് ഗെയിമിന്. അപ്പോൾ ചിലപ്പോൾ നീ അങ്ങോട്ട് നേടാ നിൽക്കണ. ഞാനും മഞ്ഞടാ. എടാ വെയിറ്റ് ചെയ്യണം. നിൽക്കണ. എടാ ഇവൻ എന്നെ കൂട്ടാ പോവല്ലോ. എടാ രാത്രിയാകാൻ പോണ ബെഡൊക്കെ എടുത്താ നീ. സോംബി വരും. ഡെസേർട്ടാ എവിടെ? ഞാൻ കണ്ടില്ല. നീ എൻ്റെ അടുത്തോട്ട് ടെലിപ്പോർട്ട് അടിച്ച് വന്നിട്ട് പറഞ്ഞോ. ആ കണ്ട് ഒരു സാൻഡൊക്കെ ഉള്ള സാധനം കണ്ട്. അവിടെ നീ ഇങ്ങോട്ട് കണ്ട് നിന്നെ കണ്ട് നിക്ക്. അവിടെ നിക്ക്. ഞാൻ ബോട്ട് പൊട്ടിച്ച എന്നിട്ട് ആ മറ്റേ സാൻഡിൻ്റെ അങ്ങോട്ട് വന്നേ. വാഴ സാധനം എന്ത് കാട്ടാണ്. നീ എവിടെ? നിന്നെ കണ്ട്. ആ ദേ പോണ്. എന്താണ് നിനക്ക്? ഇറങ്ങണ ബോട്ടിന്ന് ആദ്യം. ഞാൻ പൊട്ടിച്ചു തരാം. ആ എടുത്തോ. ആ കിട്ടിയല്ലോ. ഇനി നമുക്ക് സാൻഡിലായിട്ട് പോകാം. കിട്ടുവാന്ന് അറിഞ്ഞൂടാ. എങ്കിലും നമുക്ക് പോയിട്ട് വരാം. ചെറിയ ലാഗുണ്ട് ഗൈസ്. ചെറിയ മുയലൊക്കെ അപ്പോൾ കടിക്കുമോ? ചില മുയലൊക്കെ ഉണ്ട് കടിക്കും. അങ്ങനെയൊന്നുമില്ല. എങ്ങനെ ഇരിക്കാണ്? നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ട് പോണോ? എങ്ങോട്ടെങ്കിലും എത്തിച്ചേരും കേസ്. നമ്മൾ വില്ലേജ് കിട്ടിയ അത്രേ ഉള്ളു. ഒറ്റ മൈൻഡ്. അയ്യോ എവിടേക്കാണോ നമ്മൾ എത്തിച്ചേരണം? അയ്യോ അവിടെ എന്തൊക്കെയോ ഞാൻ കാണുന്നുണ്ട്. ഒന്നുമില്ല. പ്രതീക്ഷകളെല്ലാം വെറുതെയായെന്ന് തോന്നുന്നു. നമുക്ക് മരത്തിൻ്റെ ഒരു സംഭവം കിട്ടി. മരം വെട്ടി ജീവിച്ച് നമ്മൾ കാട്ടുവാസികളാവും ഗൈസ്. കുഴി കയറുക. അത് ഇവിടുന്ന് കയറുക. ഫുഡാ ഇത്? ഇന്ന ഫുഡ് വേണോ? ഇതൊക്കെ ഒരു കാലം. അയ്യോ താഴത്ത് വീണേ ഞാൻ. അയ്യോ എനിക്ക് കയറാൻ പറ്റുന്നില്ല. മുകളിലോട്ട് കയറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം സൗണ്ടൊന്നും ക്ലിയർ ആക്കിയിട്ട് കേൾക്കാൻ പറ്റില്ലായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ടും ഇല്ലാതെ. എങ്ങാട്ടാ വല്ല പിടുത്തോണ്ടാ. പയ്യ കാട്ടുവാസികളായിട്ട് തീരും കേസ് നമ്മൾ. അയ്യോ എനിക്ക് ഫുഡില്ല. ഞാനും കഴിക്കട്ടെ ഫുഡ്.
ചിലപ്പോൾ സൗണ്ട് ഇഷ്യൂ ഉണ്ടാവും. എനിക്കുണ്ടായാല ജോലിനുണ്ടാവും, സ്മെല്ലോണം ഉണ്ടാവും. എന്തോ ഒരു ഇഷ്യൂ. ഇതെന്തുവാ? ഇത് മറ്റേ പട്ടി, മറ്റേ തണുപ്പത്ത് കാണുന്ന പട്ടിയെങ്ങാണ്ട. അങ്ങനെ പട്ടി ഉണ്ടായിരിക്കും. നിന്റെ കുറേ എനിക്ക് ലാഗ് അടിക്കുന്നുണ്ട്, അതുകൊണ്ടേ നിന്നെ ഇൻവിസിബിളായിട്ടാണ് എനിക്ക് കാണുന്നത്. ലാഗ് അടിക്കുന്നുണ്ട്, നല്ലോണം ലാഗ് അടിക്കുന്നുണ്ട്. നെറ്റിൻ്റെ എന്തോ പ്രോബ്ലം ആണോ ഇനി? അല്ലായിരിക്കും ഗൈസ്. നിന്റെ വേൾഡിൽ കയറിയോണ്ടാ എനിക്ക് ലാഗ് അടിക്കണ. എന്തോ പ്രശ്നമുണ്ടപ്പോൾ. വേൾഡിന് പ്രശ്നമില്ല, നമ്മളെ ദൂരായിട്ട് പോയതുകൊണ്ട് എന്തോ ഒരു അന്യശക്തി നമ്മളെ ഫോളോ ചെയ്യണ അതുപോലെ എന്തോ തോന്നുന്നുണ്ടോ? നീ ഹൊറർ മോഡ് വല്ലതും കേട്ടിട്ടാണോ വാഴേ? സത്യം പറ നീ. എന്തോ ഒരു ഹൊറർ ഫീൽ തോന്നുന്നുണ്ട്. ചിലപ്പോ ആയിരിക്കും. വേറെ ട്രീയാ? ഏതാ? ആ പൂ പോലെ നിൽക്കണ ട്രീ ആണോ? കാട്ടം വെറുതെ എനിക്ക് ലാഗടിക്കണ. നീ ഓടണ പോലെയൊക്കെ എഫക്റ്റ് എനിക്ക് ഇടുന്നുണ്ട്. ക്രിയേറ്റീവിൽ നിൽക്കണ പോലെ എഫക്റ്റ്. എടാ വില്ലേജർ ഔട്ട് പോസ്റ്റിലെത്തി നമ്മള്. കേറി വാടാ, കേറി പോടാ. എനിക്ക് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് നിനക്കറിയാലോ. എടാ കേറിയാ നീ? ഞാനാ? ഞാൻ കേറിയിട്ട് പോലും ഇല്ല. നീ ഇൻവൈറ്റ് ഇട്ട്, അല്ലെങ്കിൽ ഞാൻ കയറി വരികയില്ല. നീ കേറിയാ നീ? ഹലോ, നീ കാണിക്കണ ചൂടെടുക്കണല്ലോ. ഇപ്പൊ ചൂടൊക്കെയല്ലേ കേസ്. അപ്പൊ തണുപ്പിക്കാൻ വേണ്ടി നമുക്ക് കോമഡിയൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ കോമഡി ഒന്നും ഇല്ല കേസ്. ഇപ്പൊ ജോലി എന്തെങ്കിലുമൊക്കെ പറയണമായിരിക്കും. ചിലപ്പോ പറയും, അല്ലെങ്കിൽ അവൻ പറയല. ലാഗ് ലൊക്കേറ്റ് ചെയ്യണ പോലെ ലാഗ്. പിള്ളേര് നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. ഇപ്പോളെ പറഞ്ഞേക്കാൻ. എടാ നമ്മളിത് ഏത് കാട്ടിലാണ്? വില്ലേജറിലൊന്നും അല്ല വാഴേ. നീ ബാക്ക് അടിച്ച് പോയാ എവിടുന്നാണ് നീ ബാക്ക് അടിച്ച് പോയാ? സത്യം പറയടാ. എടാ വേറെ എവിടെയെങ്കിലും വന്ന് ജനിച്ചിരിക്കണം. എന്തേ? വില്ലേജ് ഒന്നും ഇല്ല. എവിടെ വില്ലേജ്? എവിടെയാടാ? എനിക്ക് ലാഗ് അടിക്കണം. കാട്ടം നിന്റെ വേൾഡിൽ കയറിയിട്ട്. ഇത് വില്ലേജ്. അയ്യോ സോംബി. ടെലിപ്പോർട്ട് അടിച്ചു പോ. എടാ ഇവിടെ കേവൊക്കെ ഉണ്ടോ? ഇവിടെ നമ്മളെക്കാളും മുമ്പ് ആരാണ്ടൊക്കെ വന്നിട്ട്. ഞാൻ ലഷ് കേവ് കണ്ടുപിടിച്ചു. ലഷ് കേവ് ആണെന്ന്. ഞാൻ കേവിൽ പോയി മൈൻഡ് ചെയ്തിട്ട് വരാം. നീ അവിടെ നിന്നു. നീ വന്നോ? നീ വില്ലേജിലൊക്കെ കയറിയിട്ട് വയ്യ വന്നോ? ഞാൻ ഇച്ചിരി നോക്കട്ടെ, മൈൻഡ് ചെയ്യാൻ നോക്കട്ടെ. ലെഫ്റ്റ് അടിച്ച് കളിക്കണ. പോടാ, ഞാൻ വേറെ വെള്ളിലേക്ക് കയറാൻ പോണു. പോടാ. അവിടെ ഇരുന്നോ? ഞാൻ വേറെ വെള്ളി കയറി. പിന്നെ അവിടെ ഞാൻ ലെഫ്റ്റായി പോണ്. എന്ത് കഷ്ടാണ്. ഞാൻ എവിടെയെന്ന് പറഞ്ഞ എനിക്കും കഴിഞ്ഞ പ്രാവശ്യം നീ നിന്ന സ്ഥലത്ത് ഞാൻ നിന്ന സ്ഥലത്ത് നീയും നിന്ന്. ടെലിപ്പോർട്ട് എങ്ങനെ അടിക്കാണ്?
ഓക്കെ ഗൈസ്, നമ്മളൊന്ന് ലിഫ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് നല്ല ലാഗ് അടിച്ച സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാത്ത. ഞാൻ അപ്പം തന്നെ ചത്തും പോയി, എന്തോ ഒരു ലാഗൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവന് ലാഗ് അടിച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന അറിഞ്ഞുകൂടാ ലാഗ്. ഇപ്പോൾ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ പുറത്താ? നീ പുറത്തായിട്ട് ഇറങ്ങണ്ട. ഇനി എല്ലാ വീടും നമ്മുടെ പൊട്ടും. നമ്മുടെ തങ്കപ്പ ഹൗസിലേയും പൊട്ടി, ഇതിലേയും പൊട്ടും മിക്കവാറും. നിനക്ക് ഈ ക്രോസ് ബോ ഇടും കിട്ടിയാടാ, സത്യം പറയടാ. എനിക്ക് വേണമെന്നുണ്ട്, പക്ഷെ ക്രോസ് ബോ എനിക്കില്ല. ചേ, നമ്മളെ എനിക്കൊന്നും ഇല്ല കേസ് ഒരു ക്രോസ് ബോയും. സങ്കടമുണ്ട്, എന്നാലും ചെറിയൊരു വിഷമം. ഒരു പ്രത്യേക സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ട. ഇതെന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെന്തുവാണ് ഈ ലോമോ? അതെന്തോ സംഭവം ഐഡിയ. ഇതുപോലെ നീ എവിടെ? പോവാ. നീ ചത്തല്ലേ? ഞാനോർത്ത് ഞാൻ മാത്രമേ ചത്തുള്ളൂ. നിന്റെ അടുത്തായിട്ട് എനിക്ക് ടെലിപ്പോർട്ട് അടിച്ച് വരേണ്ടി വരുമെന്ന് ഓർത്തു. നമ്മളെ സ്ഥലം എവിടെയായിരുന്നു? ഞാൻ പോയേക്കണേ. ഇത് ബൈക്കയാ. ഞാൻ പോയി. എവിടെ സ്ഥലം എവിടെയാന്ന് അറിയാവാ? വലിയ പെടുത്തോണ്ടാ. എടാ, നമുക്ക് ഒരേ ബോട്ടിൽ കയറാം. വാ, ഞാൻ ഓടിക്കാം. പോകോ. എടാ, ലൂട്ടൊക്കെ കയറി കാട്ടാം. അയ്യോ, എന്റെ ക്യാരറ്റ് പോയി. കുഴപ്പമില്ല. എന്റെ ക്യാരറ്റ് ഞാൻ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞറിയാതെ. അയ്യോ, നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങാണ്ടാണ്. ഇതേ ക്രീപ്പർ, 2 ക്രീപ്പർ കണ്ടോ? അത് ക്രീപ്പർ അല്ലേ അത്? ഓഹ്, നീ സൈഡിൽ കൂടി വന്നല്ലേ? ഇറങ്ങണ്ടേ? ലാഗടിച്ച്. അയ്യോ, നല്ല ലാഗടിക്കോണ്ടാ ജോലെ. ബോട്ടിൽ ഇരിക്കണോണ്ടാണ്. ഇറങ്ങ സ്ഥലത്ത് നിന്ന് ഇറങ്ങ. ഓക്കെ, ബോട്ട് പൊട്ടിക്ക്. എനിക്ക് കണ്ണ് കാണാൻ മേലേ. ഈ ആക്സ് കൊണ്ടെടുത്ത് പൊട്ടിക്ക്. ആക്സ് എടുത്ത് പൊട്ടിക്കടാ. എടുത്തോ. അപ്പൊ നമുക്ക് നേരെ എങ്ങോട്ട് പോകണം എന്ന് അറിഞ്ഞുകൂടാ. നമ്മളെവിടെ എങ്ങാണ്ടൊക്കെയാണ് കണ്ടത്. വാടാ പോവാ. അവിടെ ഒരു ലഷ്കേവ് ഉണ്ടായിരുന്നടാ. ലഷ്കേവ് അങ്ങനെ കണ്ടാ പറയണം. നമുക്ക് അവിടെ പോയി ഇച്ചിരി മൈനിങ് നടത്തിയിട്ട് ഔട്ട് പോസ്റ്റിൽ കയറണമായിരിക്കും നല്ലത്. പിന്നെ ലാഗൊക്കെ ഉണ്ട് നല്ല. അങ്ങോട്ടാണ്. എങ്ങോട്ടാ? മിക്കവാറും ലാഗടിച്ച് ഫുള്ളും ക്രാഷ് ആവും ഗൈസ്. അപ്പൊ നമുക്ക് 2 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. എത്ര മിനിറ്റ് ആയിപ്പോ? 18 മിനിറ്റാണ്. 24 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. എനിക്ക് കഴിയാതെ അപ്ലോഡ് ചെയ്തിട്ട് 14 മണിക്കൂറെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 30 മിനിറ്റ് അല്ലേ. ഇത് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ സ്കൂൾ തുറക്കണതുകൊണ്ടാണ് ഡെയിലി വീഡിയോ നോക്കുന്നുണ്ട്. പറ്റണില്ല ഗൈസ്. നമ്മളെ സാഹചര്യം കൊണ്ടാണ്. സാഹചര്യമൊക്കെ ഉണ്ടാവും, അങ്ങനെ പ്രോബ്ലംസ് ഒരുപാട് കാണും ഗൈസ്. ഒരുപാട് ജോലിനൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സഹകരിക്കണ ദിവസമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതെല്ലാവർക്കും അറിയാമല്ലേ. പിന്നെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫാനിൻ്റെ സൗണ്ടൊക്കെ വന്നിട്ടുണ്ടാവും. ചിലപ്പോഴേ നിങ്ങൾക്ക് കാണുള്ളൂ. നല്ലൊരു ഏതോ ഒരു ബയോമിൽ നമുക്ക് നല്ലൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ നമ്മൾ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എടാ ജോയല്, ഇങ്ങോട്ട് വന്നേ. എവിടെ കേവളാ? ഔട്ട് പോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യം? കേവിൽ പോവാം, മൈനിങ് നടത്തണേ. നമുക്ക് വാ, മൈനിങ് നടത്താം. അതേ പോണം.
എങ്ങോട്ടൊന്നും ഇല്ലാതെ യാത്രയാണ് ഗൈസ്. ഇവിടെ സ്നോ ഭയം മാത്രമേ ഉള്ളാകാം. ഇതേറെ പശുവൊക്കെ ഇരിക്കണ ഇറങ്ങണ. ആ കോള് വന്ന കട്ട് ചെയ്താണ്. ഇന്ന് വീഡിയോ വിളിക്കല. എടാ പാവം പശുവിനെ കൊന്നാടാ. നീ എന്ത് മനുഷ്യനാടാ നീ. ആ നിരങ്ങി പോ. എന്നെ അടിക്കണാടാ. എനിക്ക് ഫുഡില്ല ഗൈസ്. ഞാനൊരു നരഭോജിയായി മാറും മിക്കവാറും. എൻ്റെ ക്യാരറ്റൊക്കെ തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ നരഭോജിയായി മാറും. അയ്യോ 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 അയ്യോ. നമ്മളിത് ഏത് സ്ഥലത്താണ്? നമ്മളെ ക്രിസ്മസ് അപ്പൂപ്പനായി. നമ്മൾ ഇത്രയും ലാൻഡിലൊക്കെ ജീവിക്കണം. നമ്മളെ ക്രിസ്മസ് അപ്പൂപ്പനായപ്പോൾ എൻ്റെ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റിയതെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് പിന്നെ എന്ത് കാര്യം? ചേട്ടാ നമ്മളിത് ഇവിടെ എത്തിയടാ. സത്യം പറയടാ. ഇതല്ലേ മറ്റേ സാധനം? അയ്യോ എവിടെ നമ്മള് കൊറേ യാത്രക്ക് ശേഷം എവിടെയോ എത്തിയിട്ടുണ്ട്. അവിടെ എങ്ങാണ്ട് പുറയിലല്ലായിരുന്ന? ആ പുറകിലെങ്ങാണ്ടായിരുന്നടാ വീട്ടി. നീ കാട്ടം പോലെ നീ ഒറ്റക്ക് പോലെ വില്ലേജർ പിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, എന്നെയും കാണാണ്ടായി ചോദില്ലേ. നീ ടെലിപ്പോർട്ട് അടിച്ച് വരാൻ പറ്റുമോന്ന് നോക്കിയേ. എന്നെ കണ്ടിട്ട് കാര്യമുണ്ടാടാ. എന്നെ കണ്ടിട്ട് കാര്യമുണ്ടോ? ഔട്ട് പോസ്റ്റ് കാണണ്ടേ? വന്നാലും ചേറി ഔട്ട് പോസ്റ്റ് ഇവിടെ. ഇങ്ങോട്ട് പോകുമ്പോഴാണോ? ഞാനിത് നോക്കട്ടെ. നീയൊക്കെ ടെലിപ്പോർട്ട് അടിച്ച് വരാല്ലേ എൻ്റെ അടുത്തായിട്ട്? ഞാൻ നോക്കട്ടെ. ഇവിടെയൊക്കെ ഫുള്ളിലാണെന്ന് നോക്കട്ടെ. കിട്ടിയാണെങ്കിൽ ഞാൻ പറയാം. എടാ ഇവിടെ ഒരു വണ്ടൻ കേവ്. എൻ്റെ പൊന്നെ നിറച്ച് കേവുണ്ടാ. ഈ വേൾഡ് മറ്റേ അയണ്ണൊന്നും സാധനം ഉണ്ടായാലേ കേവുണ്ട്. അത്രയും മാത്രം. എൻ്റെ പൊന്നെ എനിക്ക് മനുഷ്യൻ ഇവിടെ എന്തോ വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കണ്ടതാണ്. ആ നേരത്തെ അതിൽ പോകുമ്പോൾ നമ്മൾ വേറെ വെള്ളി കയറും, അല്ലെങ്കിൽ വീഡിയോ നിർത്തും. ഓക്കെ, ആ വീഡിയോ നിർത്താൻ സമയമാണോ? പിന്നെ നീ പോണ അത്ര നല്ല കാര്യമാണ്. എങ്ങോട്ടാ? എനിക്ക് നിന്റെ അടുത്തായിട്ട് വരാൻ പറ്റാ. കണ്ട് എവിടെ? ഫുഡൊക്കെ നീ എടുത്തോ. എവിടെ ചെറിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് നമുക്ക് ഫുഡ് ആയിട്ട് കഴിക്കാം. മനസ്സിലായ? ഇതൊക്കെ നട്ട് വെക്കാം ഗൈസ്. നല്ല മരം. എനിക്ക് ഫുഡില്ല. നിക്കടാ, എനിക്ക് ഓടാൻ പറ്റിയല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് പോണാ. വാഴേ എനിക്ക് പിന്നെ നടക്കാൻ പറ്റിയല്ല. ഫുഡില്ലെങ്കിൽ ഓടാനൊന്നും പറ്റിയല്ല. ഇത് കുറുക്കനല്ലേ ഇത്? കുറുക്ക ഈ ടിപ്പൂടാ. കുറുക്കനൊന്നും അടിക്കലല്ലേ നമ്മള്? അയ്യോ മെസ്സേജ് വന്നേ. ലാഗടിക്കണേ, എന്തൊക്കെയോ പറ്റണേ. നീ എങ്ങോട്ടാടാ? ഇങ്ങോട്ട് പറഞ്ഞ അതേ പോണു. അതെ ഇവിടെ നിറച്ച് സാധനം. ഇച്ചിരി കളക്ട് ചെയ്യട്ടെ. എനിക്ക് ഫുഡ് വേണം. ഫുഡ് മുഖ്യം. ഞാൻ ഇച്ചിരി കളക്ട് ചെയ്ത്. നീ വെയിറ്റ് വേണം എനിക്ക് ഫുഡ്. അതാ ഫുഡൊക്കെ വേണം മോനെ. ഫുഡ് വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല, അറിയാവാ? നിക്കാതെ ഓടിക്കൊണ്ടിരിക്കുക. എവിടെയെങ്ങാ നമ്മള് തിരിച്ചാ സ്ഥലത്ത് എത്തി വീണ്ടും. പിന്നെ എങ്ങോട്ടാണ് ഈ ഓടണത്? നിക്കടാ അവിടെ. ഞാൻ ഓട്ട മത്സരത്തിൽ ഫസ്റ്റ്. നമുക്ക് ഓട്ട മത്സരം വെച്ചാലാ? ഇവിടെ നിക്കടാ. ഞാൻ വരുവാടാ. ഞാൻ ഫസ്റ്റ് അടിക്കോളാം. അടിച്ചടാ. അയ്യോ കുളത്തി വീണ്. ഞാൻ ഫസ്റ്റ് അടിച്ചാണ് ചേട്ടാ.
നീയാണ് ഫസ്റ്റ്, ഞാനാ ഫസ്റ്റ്. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. അതല്ല ഫിനിഷിംഗ് പോയിന്റ്, ഇതാണ്. പോളാർ ബിയർ ഹിമക്കരടി. ഇല്ല എടാ എന്നെ ചുമ്മാ ഒന്ന് കടിക്കണം. ഞാൻ അടിച്ചില്ല, സത്യമായിട്ടും അടിച്ചില്ല, സത്യം. ഓടിക്കോ, അവിടുന്ന് ഓടിക്കോ, ചാടി ഓടിക്കോ. ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയാണ് എന്ന് ഞാൻ പറയുന്നത്. എനിക്കല്ല കിട്ടിയ, നിനക്ക് ഫസ്റ്റ് കിട്ടിയാണോ ഓട്ട മത്സരത്തിൽ? എൻ്റെ പുറകെ പറയണ്ട, മുമ്പിൽ പോണ ആരാണോ അവരുടെ പുറകെ വരണം, അല്ലെങ്കിൽ നമ്മൾ കൂട്ടാൻ തെറ്റി പോകും. ഇതെന്നാടാ ഇതിൻ്റെ അകത്തൊക്കെ ആരാണ്ട് വെച്ച കയ്യോ? ഇപ്പൊ എത്തും. എന്നെ വേൾഡിന്റെ പകുതി വേൾഡ് ചുറ്റിക്കറങ്ങി വന്നു നമ്മള്. മിക്കവാറും നമ്മുടെ ഇപ്പൊ മറ്റേ നമ്മുടെ സ്ഥലം കാണും, നമ്മുടെ വീട് വെച്ച സ്ഥലം കാണും. ചുറ്റിക്കറങ്ങി വന്നിട്ടുണ്ട്. ചിലപ്പോ കാണും, ചിലപ്പോ കാണിയടാ. എന്നിട്ട് വാടാ നീ പയ്യെ നടക്കുക കേട്ടോ, എനിക്ക് ലാഗടിക്കണം. ഇവിടെ കുറുക്കന എന്നാണ്ടൊക്കെ ഉണ്ട്. അതെന്നാ ചെറിയ ആടൊക്കെ ഉണ്ട്. എവിടെയോ നമ്മൾ ചേർന്ന് എത്തിയിട്ടുണ്ട്. നമുക്ക് അയ്യോ, ഫുഡ് പെട്ടെന്ന് ചേർന്ന് പോകണം. നമ്മൾ ഓടണമുണ്ടാണ്. വെയിറ്റ് ചെയ്യടാ, ഓടിക്കളയല്ലേ ഫുഡ്. ഇനി ഫുഡ് എന്നാൽ എനിക്ക് ഓട്ട മത്സരത്തിന് ഫസ്റ്റ് അതറിയാവാ. എങ്ങാട്ടാ നമ്മള് പോണ? എവിടേക്കാണ്ടൊക്കെ എത്താൻ. നമ്മൾ ഫസ്റ്റ് എത്തിയ സ്ഥലത്ത് തന്നെ എടാ ഇവിടെ ഒരു മാങ്ങാണ്ടില്ല. ഡെസേർട്ട് ബയോം എന്ന് പറഞ്ഞിട്ട് സ്നോ ബയോമാണിത്. ആ രാവിലെ ഏക്കിക്കാ നീ, ആ ബെഡ് പോലും ഇല്ല കിടക്കാൻ. പഠിച്ചു കൊല്ലുവാൻ, ചെട്ടി അടിച്ച് കീറുവാൻ. ആ രാവിലെ ഏക്കാൻ പറ്റിയില്ലെങ്കിൽ കാണായിരുന്നു. ഇപ്പം നമ്മൾ പ്രോ പ്ലെയറൊക്കെയാണ്, ബട്ട് വലിയ ഫൈറ്റൊന്നും ഇല്ല ഗീസ്. സ്കെൽട്ടണൊക്കെ വന്ന സ്കെൽട്ടൺ ദൂരെ നിന്ന് അടിച്ചാൽ, ഒളിച്ച് നിന്നൊക്കെ അടിച്ചാൽ തീരാവുന്നതാണ് നമ്മൾ, ഇല്ലേടാ. ഹാർമർ പോലും ഇല്ല നമുക്ക്, പറ്റലും ഇല്ല. എങ്കിലും പറഞ്ഞതേ ഉള്ള കേസ്. ഇതേതോ മലയൊക്കെ ഉണ്ട് കേസ്. മല കയറാൻ കഴിയല്ല കേസ്. മല കയറി മിക്കവാറും നമ്മൾ അവിടെ സ്ഥലത്തിൽ എത്തിച്ചേരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്കില്ല് വേണം കേസ് അതിനൊക്കെ ഇങ്ങനെ സ്കില്ല് വേണം. അതുപോലെ നമുക്ക് മല കയറാനുള്ള സ്കില്ല് വേണം, എന്നാലും നമുക്ക് ജീവിതത്തിൽ എടാ ഞാൻ മലയിലെത്തി. ഇവിടെ ഒന്നും ഒരു സാധനവും ഇല്ല, ആകെ മരം മാത്രമേ ഉള്ളൂ. സ്നോ ബോൾ കിട്ടുമ്പോഴാണല്ലോ ഇത് പൊളിക്കുമ്പോ. ഇല്ല, കിട്ടിയില്ല. നീ ഓടിപ്പോലടാ, നിന്റെ പുറകെ വേണ്ടാന്ന് നോക്ക് ഞാൻ. അവൻ ഓടിപ്പോയാണ്, എങ്ങാട്ടോ ഓടിപ്പോയാണ്. എങ്ങാട്ടാടാ ഓടിപ്പോണ നീ? എവിടെ? എനിക്ക് കാണാമല്ലോ അതിനെ. എവിടെയാ? നിക്ക് വെയിറ്റ് ചെയ്യാ. അമ്മായിണ്ട് മറ്റേ ഇത് പറയാം, അവസാനിപ്പിക്കണം പറയാം. വാ വാ വാ, ഇവിടെ നിക്കടാ നീ. ഇവിടെ എങ്ങാനും വന്ന് നിക്കുവാ. ഹലോ, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം ജോയൽ പോവുകയാണ്. അയ്യോ, ബാക്കായി പോയടാ, കാട്ടം ബാക്കായി പോയി. ഞാൻ വേറെ ലോകത്തെത്തി. ഞാൻ നേരെ ബാക്കായി പോയെന്തോ. വെയിറ്റ് ഗ്ലിച്ച് അടിച്ചു എന്തോ. ചേച്ചി നമുക്കൊന്നുകൂടി പറയാം. അന്ന് കയറി വരട്ടേടാ പ്ലീസടാ. ഓക്കെ, സമയം പോയി. വൈ പറയാൻ പറ്റിയില്ല, എന്തോ കണക്ഷൻ എന്തോ പോയി. വെയിറ്റ് ഞാൻ വേറെ വേൾഡിൽ കയറിയിട്ട് പറയാം. ഓക്കെ ഗൈസ്, നമ്മളെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് കയറാത്ത എന്താണെന്ന് വെച്ചാൽ 10 മണിക്കൂറായി ഇരിക്കണം. സാധനം ഇത് ലോഡായി വന്നില്ലേ, എന്തോ ഒരു പ്രശ്നമാണ്. അപ്പം നെറ്റിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ലാഗി ദിവസമായിരുന്നു ഗൈസ്, എന്തോ എന്താ പറയാൻ.
ഒരു ലാഗ് തോന്നുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു, അത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. കഴിയരുത്, കാരണം എന്തോ ഒരു മടി പോലെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവനും പോയി, പിന്നെ എടുത്തിട്ട് നമ്മൾ കാര്യമില്ല, 30 മിനിറ്റും ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക, ഓൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ മറ്റേ 1 ബ്ലോക്ക് സീരീസ് നമ്മളൊരു ഇപ്പോഴും കളിക്കാനുണ്ടോ വെച്ച് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇന്നത്തെ എന്തോ ലാഗുണ്ട്. അപ്പോൾ ഇന്നത്തെ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട. ഓക്കെ, പിന്നെ നമ്മൾ 1 ബ്ലോക്ക് സീരീസ് ഒരു വീട് പണിതിരിക്കുകയാണ്. ആ വീടെന്ന് പറഞ്ഞാൽ 10 ബ്ലോക്ക് മാറ്റി തന്നെയാണ് പറയുന്നത്. വൃത്തികേണ്ടായില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്ത, വേറെ ഒന്നുമല്ല ഗൈസ്. കയറാൻ പറ്റാത്തതുകൊണ്ടാണ് കാണിച്ചു തരാം. ഞാൻ കയറാൻ പറ്റുമോയെന്ന് നോക്കട്ടെ. പറ്റുമെങ്കിൽ നമുക്ക് എന്തോ പറയാം, എന്തോ ഒരു ലാഗി ഉണ്ട് ഗൈസ്. നെറ്റിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. ഓ ഗൈസ്, ശരി. അപ്പോൾ എല്ലാവർക്കും